നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ യുവാക്കൾക്ക് PSC മുഖേന ജോലി കിട്ടാതെ പോകുന്നതിന്റെ ഉദാഹരണം ഇതാ. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ 195 എണ്ണമുള്ളപ്പോൾ ബോർഡ് റിപ്പോർട്ട് ചെയ്തതോ 6 എണ്ണം മാത്രം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതേ തസ്തികയിൽ വരാനിരിക്കുന്നത് 800-ലേറെ ഒഴിവുകളും. ഈ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 6 ഒഴിവുകളിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ച 2023 ജൂൺ 30 പരീക്ഷ നടത്തി. 2024 ഫെബ്രുവരി 6 ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റ് 383, സപ്ലിമെന്ററി ലിസ്റ്റ് 388, ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് 14 എന്നിങ്ങനെ 785 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പട്ടികയിലുള്ളത്. മുൻ വർഷങ്ങളിൽ 2000 ഉദ്യോഗാർത്ഥികൾ വരെ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരുന്ന ചുരുക്ക പട്ടികയാണ് ഇപ്പോൾ 785 ചുരുങ്ങിയത്. വൈദ്യുതി ബോർഡിന്റെ കാര്യമാകട്ടെ അതും മോശമല്ല. വൈദ്യുതി ബോർഡിൽ ഒഴിവുകൾ 195, റിപ്പോർട്ട് ചെയ്തതോ 6, വരാനിരിക്കുന്ന ഒഴിവുകളോ 800. ഇതിൽ അഭിമുഖം നടത്തി മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ 260 ചുരുങ്ങും. ഇതിൽ 6 പേർക്ക് മാത്രമേ നിയമനം നൽകുകയുള്ളൂ. ഒരിക്കൽ കൂടി പ്രസിദ്ധീകരിച്ചാൽ പട്ടികയുടെ കാലാവധി 3 വർഷമാണ്. 2024 ഓഗസ്റ്റിൽ മെയിൻ ലിസ്റ്റ് വരും. ഇതിന് 2027 ഓഗസ്റ്റ് വരെ കാലാവധിയും ഉണ്ടാകും. അതിനിടയിൽ വിരമിക്കലും സ്ഥാനക്കയറ്റവും നടന്ന് 800 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ വൈദ്യുതി ബോർഡിൽ ഉണ്ടാകും. 4 വർഷം മുൻപ് KSEBയിലെ ചില ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇല്ലാത്ത ഒഴിവിലേക്ക് PSC മുഖേന 185 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയത് വിവാദമായിരുന്നു. ഇത് പിന്നീട് കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന ആരോപണം ഉയരുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ പേടിയിലാണ് ഭാവിയിൽ വരാനിരിക്കുന്ന ഒഴിവുകൾ കണക്കിലെടുക്കാതെ 6 ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ കാരണമെന്നാണ് KSEBയിൽ നിന്നുമുള്ള വിവരം. കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താലേ നിലവിലുള്ള ഷോർട്ട് ലിസ്റ്റിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ PSC തയ്യാറാവുകയുള്ളൂ. ഈ ആവശ്യവുമായി ബോർഡ് അധികാരികളെ ഉദ്യോഗാർത്ഥികൾ സമീപിച്ചിരുന്നു. റിസ്ട്രെച്ചിങ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അത് പൂർത്തിയാകുമ്പോഴേക്കും ഓരോ തസ്തികയിലും എത്ര ഒഴിവുകളുണ്ടെന്ന് കണക്ക് കൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുമാണ് മാനേജ്മെന്റിന്റെ വാദം. വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പ്രതിസന്ധി ഗുരുതരമാകുമെന്ന് കാട്ടി KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ മാനേജ്മെന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. ഉറക്കമൊഴിച്ച് പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ PSC ബോർഡും ചൂഷണം ചെയ്തു വരികയാണ്.